living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചി തന്നെയാണ്. ഇവിടുത്തെ കാർണിവൽ പരിപാടി ഞാൻ അരിച്ച് പെറുക്കി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സിലാണ്. കഴിഞ്ഞ വട്ടം ഈ ക്രിസ്മസ് ട്രീയുടെ അകത്ത് ഒരുപാട് വെറൈറ്റി ഡെക്കറേഷൻസ് ഉണ്ടായി. അതായത് മാലാക, ഗോസ്റ്റ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇത്തവണ അധികമൊന്നുമില്ല, പൂപ്പൻസ് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഈ ക്രിസ്മസ് ട്രീയുടെ വീഡിയോസ്, ഫോട്ടോസ് എടുക്കണമെങ്കിൽ ബാക്ക് സ്റ്റേജിലോട്ട് വരാം. ബിക്കോസ് ഫ്രണ്ടിൽ അമ്മാതിരി ക്രൗഡാണ് ഗൈസ്. ഇത്തവണ ഒരു 3D എഫക്റ്റ് തരുന്ന ട്രീ ആയിരുന്നു. പുതിയതായിട്ട് കണ്ണിലെ തീ പാറുന്ന പൂപ്പനൊക്കെ വെച്ചിട്ടുണ്ടായി. രസമുണ്ടായി ഗൈസ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ. ആൻഡ് അതിന് ശേഷം ആസ് യൂഷ്വൽ എൻ്റെ സെയിം സ്വഭാവം, ഇതുപോലെ ഒരാവശ്യമില്ലാതെ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ എടുക്കുന്നു, തലയിലിടുന്നു. ബാക്ക് സ്റ്റേജിൽ DJ പാർട്ടിക്ക് 2 സ്റ്റെപ്പ് ഞാൻ ഇവിടെ തന്നെ ഇട്ടു. പിന്നെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു എനിക്ക് സ്മോക്ക് ബോൾസ് ട്രൈ ചെയ്യണം എന്നുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചത്ര പോലെ ഗൈസ്. ആക്ച്വലി ഞാനത് ട്രൈ ചെയ്തു. മൂക്കിലൂടെ, കാതിലൂടെ, വായിലൂടെ എല്ലാത്തിലൂടെയും പുക വരും എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷനിലിട്ടതാണ്. പക്ഷെ എൻ്റെ വായിലൂടെ, മൂക്കിലൂടെ മാത്രമേ പുക വന്നുള്ളൂ. പക്ഷെ എന്നിട്ടും അത്ര അധികം വന്നില്ല. ചുമ്മാ 100 രൂപ വേസ്റ്റായി. ജസ്റ്റ് 100 രൂപ 90 രൂപ 2 വെറൈറ്റീസ് ഉണ്ടായി. അപ്പോൾ ഞാൻ 100 റുപ്പീസിൻ്റെ മേടിച്ച് ചോക്ലേറ്റ് ഫ്ലേവർ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ വായിലിടുന്ന സമയത്ത് വല്ലാത്തൊരു തണുപ്പ്, പല്ലുക്ക് അമ്മാതിരി ഫ്രീസായി പോകും. പിന്നെ കഴിഞ്ഞ വട്ടം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത്തവണ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ കുറേ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ നിൽക്കാൻ തോന്നും. കുറേ സാധനങ്ങളെടുത്ത് വീഡിയോയ്ക്ക് വേണ്ടി പട്ടി ഷോ കാണിക്കുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് ആ ഒരു മിനിറ്റ് തന്നെ എടുക്കും. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചു, ഒരു കുഴപ്പമില്ല. ആൻഡ് ഇതുപോലെ ഒരുപാട് എന്താ പറയുക, മൂഞ്ചിയ ഷോസൊക്കെ കാണിച്ച് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അതായത് എല്ലാ പൂരപ്പറമ്പിലും ഈ ഓരോരോ ഉത്സവത്തിന് പോകുന്ന സമയത്ത് ഓരോ ഭായിമാരിങ്ങനെ വലിച്ചു വിടുന്ന റോക്കറ്റ് എനിക്കും വിടാൻ ആഗ്രഹമുണ്ടായി. അപ്പോൾ പുള്ളിക്കാരൻ എന്നിങ്ങനെ ടീച്ചൊക്കെ ചെയ്തു, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത്. ഞാനത് കേട്ടാതെ എൻ്റേതായ രീതിയിൽ ഞാനൊരു എന്തൊക്കെയോ ചെയ്ത് ഇന്ന് റോക്കറ്റ് ഞാൻ പറപ്പിച്ചു ഗൈസ്. അത് പറന്ന് അധികമൊന്നും പോയില്ല, മേലെ പോയി താഴെ വന്നു. പക്ഷെ കൊള്ളാം, അടിപൊളിയായിരുന്നു. ശേഷം ഈ ബൾഗ് ബലൂൺ കണ്ടപ്പോൾ വല്ലാത്തൊരാശയമായിരുന്നു എൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് എനിക്കിതുപോലെ പിടിക്കണം എന്നുള്ളത്. അങ്ങനെ പുള്ളിക്കാരനോട് എനിക്ക് കരഞ്ഞ് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ തന്നു. മോളെ വിടരുത്, വിട്ടാൽ ഫുൾ കാശ് തരണം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് കയ്യിൽ കൊടുത്തു. ആൻഡ് ഇങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ തരാപ്പറ നമ്മൾ നടക്കും. അടിപൊളി ലൈറ്റിൻ്റെ എന്താ പറയുക, കളക്ഷൻസ് അല്ല, ഈ ഡെക്കറേഷൻസൊക്കെ നൈസായിരുന്നു. ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കുക്കപ്പുഴ ആയതുകൊണ്ട് ഈ മുളക് ബജി കണ്ടോ എനിക്ക് എന്താണെന്നറിയില്ല, എവിടെ നിന്നില്ലാത്ത വിശപ്പ് വരും ഗൈസ്. അങ്ങനെ ഒരു മുളക് ബജി മേടിച്ച് ഞാൻ ചൂടാണെങ്കിലും അതിനകത്ത് കുത്തി കയറ്റി വീട്ടിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. അടിപൊളിയാണ് ഗൈസ്, നല്ല വൈബാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ. ഇതുപോലെ നമുക്ക് ഇമോഷണൽ വൈബ്സ് ഒക്കെ കാണാൻ പറ്റും. ഈ രാത്രി ആയാലും എനിക്ക് എന്താണെന്നറിയില്ല, ഒറ്റയ്ക്ക് കിടന്ന് ചെയ്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു കണ്ണട മേടിച്ചതാണ്. 150 രൂപ പുള്ളിക്കാരൻ പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞപ്പോൾ 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു വെറൈറ്റി സാധനം കാണുന്നത്. ഇത് ഞാൻ കണ്ട് കുറേ കൊല്ലമായി, പൂരപ്പറമ്പിലൊക്കെ കണ്ടതാണ്. ഈ ബലൂൺ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരൻ കുത്തി പറപ്പിച്ചപ്പോൾ എങ്ങോട്ടൊക്കെ പറന്നുപോയി. പക്ഷെ ഞാൻ കുത്തിയപ്പോൾ ഇതുപോലുള്ള പണിക്കൊന്നും പോകരുതെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായത്. അതെൻ്റെ കയ്യിൽ തന്നെ നിൽക്കുന്നില്ല ഗൈസ്, ചാടി എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. തിരിച്ച് ഞാൻ അതുപോലെ കൊടുത്തു. വെറുതെ എന്തിനാ കേടുവരുത്തുന്നത്, കുറുപ്പിൻ്റെ സ്വഭാവം ഇറക്കണ്ടെന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതിനാ ഈ കൂടാതെ ഇവിടെ പണിക്ക് വെച്ചിരിക്കുന്ന അറിഞ്ഞില്ല ഗൈസ്. ഒരു ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല, അമ്മാതിരി ക്രൗഡായിരുന്നു. നമ്മുടെ ക്രിസ്മസ് ട്രീ ഗ്രൗണ്ടിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മെയിൻ അഡ്വഞ്ചർ ട്രിപ്സ് വരുന്നത്. ആക്ച്വലി ഇവിടെ ഈ ഡ്രാഗൺ ഫ്ലൈസും ചെയിൻ ഫീൽഡ് അതുപോലെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്, ഈ സർക്കസ് റിലേറ്റഡ് ആയ തിങ്സ്. ഇവിടുന്ന് എല്ലാത്തിൻ്റെയും ഒരു ടിക്കറ്റ്, ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് വരുന്നത് 80 റുപ്പീസാണ്. ആദ്യം ഞാൻ കയറിയത് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈയിലാണ്. ഇതിൻ്റെ അവസാനം സീറ്റ് കിട്ടണമെങ്കിൽ പ്രാർത്ഥിച്ച് ഇവിടെ നിൽക്കുകയാണ് ഞാൻ. ആൻഡ് അതുകൂടാതെ ഒരുപാട് ക്രൗഡ്സ് ആയതുകൊണ്ട് ഭയങ്കര ഡസ്റ്റാണ് ഗൈസ്. മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ പോകുന്ന സമയത്ത് ടേക്ക് കെയർ ചെയ്യുക. കുട്ടികളൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അമ്മാതിരി ക്രൗഡാണ്, ഒടുക്കത്തെ ഡസ്റ്റാണ്. അലർജി ഇല്ലാത്തവർക്കും വരാൻ സാധ്യതയുണ്ട്. ലാസ്റ്റത്തെ സീറ്റ് പിടിച്ചു. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വളവള സംസാരിച്ച് ലാസ്റ്റ് സീറ്റിൽ കയറിയിരുന്നു ഗൈസ്. എൻ്റെ പൊന്നു, എൻ്റെ കിളി പോയി എന്ന് പറയാൻ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വല്ലാത്ത ഇതായിരുന്നു. താഴെയൊക്കെ വീഴാനൊക്കെ പോയി, ഭാഗ്യം വീണില്ല. രസമായിരുന്നു. പക്ഷേ
ആൻഡ് ഇതുപോലെ ഓരോരോ ഗെയിംസ് കളിച്ച് 3 ബോളിൽ ഒരു ബോൾ ഇങ്ങോട്ട് പോയി ഗൈസ്. പിന്നെ 2 ബോൾ വെച്ച് ഞാൻ തട്ടിക്കൂട്ടി ഇതുപോലെ ഇങ്ങനെ ഇതിനെറിഞ്ഞ് ഒരു സന്തോഷത്തിൽ എത്രയെങ്കിലും ഞാൻ എറിഞ്ഞില്ല എന്നുള്ളൊരു വിചാരത്തിൽ ഞാനിങ്ങനെ തേരാപ്പാര പിന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സെക്കൻഡ് ട്രിപ്പ് ഞാൻ കയറിയത് നമ്മുടെ ഈ സർക്കസ്, അതായത് ഇതിന് കിണറെന്നും കുഴിക്കിണർ, മരണക്കിണർ എന്നൊക്കെയാണ് എന്തൊക്കെയോ പറയാം. ആക്ച്വലി ഇതിനകത്ത് ഈ കാറും ബൈക്കും വെച്ചിട്ട് ഷോ കാണിക്കും. ലൈക്ക് ഇങ്ങനെ കറങ്ങി എൻ്റെ പൊന്നെ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ കറക്കം വരും. അമ്മാതിരി കറക്കം അവർ കറങ്ങി. അതിലൊരു ബായി മാത്രം അടിപൊളിയായി ചെയ്തിട്ടോ. ഇവർ 3 പേരും രക്ഷയില്ല. ഇത് കാണുമ്പോൾ നമുക്ക് പേടിയാവും. അമ്മാതിരി ഷോ ആയിരുന്നു അവരവിടെ കാണിച്ചത്. ഡയറക്റ്റ് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. അടിപൊളിയാണ് ഗൈസ്. ആൻഡ് ഇതിൽ കാറിലൊക്കെ ഒരു കൊച്ചു കയറിയിരുന്നു, മഞ്ഞ ടീഷർട്ട് ഇട്ട കൊച്ചു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുമാതിരി എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ആ കൊച്ചു എന്തൊക്കെയോ കാണിക്കുന്നു, കാറിൽ നിറങ്ങുന്നു വീഴുമെന്നുള്ള പേടി നമുക്കാണ്. മാതിരി ഷോ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൈസിങ് പാർട്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗൈസ്. ായിരുന്നു. ഈ കുരുപ്പുകൾ കളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അവിടെ തന്നെ നിൽക്കാം. ഞാൻ ഹായ് കാണിച്ചു, റിട്ടേൺ ആരും ഹായ് കാണിച്ചില്ല. പൊതുവേ എനിക്ക് ഹായ് കാണിക്കാറുള്ളതാണ്, എല്ലാവരും ബിസി ആയതുകൊണ്ടാണ് ഗൈസ്. അങ്ങനെ അവസാനം നമ്മുടെ ഡാൻസിങ് കാർ, അതാണ് ഞാൻ അവസാനമായിട്ട് കയറിയ റൈഡ്. ഇവിടെയും പെർ ഹെഡ് 80 റുപ്പീസ് തന്നെയാണ്. ഇവിടുത്തെ ഞാൻ പണ്ട് കയറിയ എനിക്കൊരു ഓർമ്മയുണ്ടായി. നൈസായിരുന്നു. നമ്മുടെ വയറൊക്കെ തലയൊക്കെ കറങ്ങി നല്ലൊരു ഫീലിംഗ്. അതിന് ഈ പച്ച കളർ കാറിലാണ് ഞാൻ ഇടുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ആക്ച്വലി ഇതിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇവൻ ഇരിക്കാതെ ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് വലിയ സംഭവമൊന്നുമില്ല, കുഞ്ഞു കുട്ടികൾക്ക് ഇരുന്ന് കറങ്ങുന്നുണ്ട്. ആക്ച്വലി ഈ ഡാൻസിങ് കാർ നൈസായിരുന്നു. നമ്മുടെ തലയൊക്കെ കറങ്ങുന്നില്ല, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇവന്മാർ ഈ വള്ളംകളി പോലെ വള്ളം പോകുന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തു. നൈസായിരുന്നു. ഇത് നമ്മുടെ ഇംഗ്ലീഷ് കപ്പിൾസ് കേട്ടോ. ജെയിൻ വീൽഡ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ആസ്വദിച്ച് നിൽക്കാൻ വേണ്ടി ഞാൻ അവർ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഫോർട്ട് കൊച്ചി കാർണിവലിൽ വരുന്ന പരിപാടികൾ. ലാസ്റ്റ് ഈ ഫോർട്ട് കൊച്ചി പോയി എനിക്ക് മട്ടാഞ്ചേരി ബാലൻചേട്ടൻ്റെ കടയിൽ നിന്ന് പൊറോട്ട കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഗൈസ്. ഇവിടുത്തെ പൊറോട്ട എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സ്ക്വയർ ഷേപ്പിലുള്ള പൊറോട്ടയാണ്. ഒതുക്കത്തെ ടേസ്റ്റാണ് ഈ പൊറോട്ടയും ആ ഗ്രേവിയും. ചിക്കൻ ഫ്രൈ അധികം ഗുണമില്ലെങ്കിലും ഇത് നൈസായിരുന്നു. ഒരു കട്ടനും കുടിച്ച് എൻ്റെ സെക്കൻഡ് വ്ലോഗ് അവസാനിപ്പിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.